തിരുവനന്തപുരം MP ശശി തരൂർ വീണ്ടും കളം മാറ്റി ചവിട്ടുകയാണോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ഇന്നലെ മോദിയെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പുകഴ്ത്തിക്കൊണ്ടാണ് തരൂർ വരുന്നത്. രണ്ട് വള്ളത്തിലും കാലുകുത്തി അവസാനം താഴെ വീഴാതിരുന്നാൽ ഭാഗ്യം. നേരത്തെ തരൂർ BJPയോട് നോ പറഞ്ഞിരുന്നെങ്കിലും അന്തർധാര സജീവമാണെന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന സമീപനമാണ് ഇപ്പോൾ ശശി തരൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശശി തരൂർ പുകഴ്ത്തുകയാണ്. സബ്കാ ആസാദ് സബ്കാ വികാസ് എന്ന മോദിയുടെ കാഴ്ചപ്പാട് ഗംഭീരമാണ് എന്നാണ് രണ്ടാമത് ആലോചിക്കാതെ തരൂർ പറഞ്ഞത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തരൂരിന്റെ പുതിയ രംഗപ്രവേശനം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് തരൂർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നേരത്തെ ശശി തരൂർ BJPയോട് നോ പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ അത്ര ആഹ്ലാദമൊന്നും ഉണ്ടായിരുന്നില്ല. തരൂർ പോയാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് എന്ന ലൈനിലായിരുന്നു കോൺഗ്രസ് നിന്നത്. അതുകൊണ്ട് തന്നെ BJPയോട് തരൂർ നോ പറയുന്നത് വലിയ കാര്യമായി കോൺഗ്രസ് കാണുന്നില്ല എന്നതും സത്യമാണ്. രാഹുൽ ഗാന്ധി പോലും ഇപ്പോഴും തരൂരിനോട് അകൽച്ച പാലിച്ചാണ് ഇടപെടുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരിനോട് എന്ത് വിഷയത്തിൽ ഇടപെടുമ്പോഴും രാഹുൽ ഗാന്ധി തരൂരിന് ഉപദേശം തേടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാണാറില്ല. തന്റെ ഉപദേശം എനിക്ക് വേണ്ട എന്ന ലൈനിലാണ് രാഹുൽ ഗാന്ധി പോലും നിൽക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ തരൂരിനെ അടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തിയത്. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് രാഹുലിനെ കൊണ്ട് ആ തീരുമാനം മാറ്റിച്ചത്. എന്നാൽ പിണക്കം മറക്കാതിരുന്ന തരൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതോടെയാണ് BJP കളം പിടിക്കാൻ ഇറങ്ങിയതും. നേരത്തെ തരൂരിന്റെ വസതിയിലെത്തിയ BJP ദൂതൻ ഔദ്യോഗികമായി തരൂരിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഏറെ നാളുകളായി തുടർന്ന് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നയം വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് ശശി തരൂർ. എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്ന് പറഞ്ഞ തരൂർ BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ട എന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിച്ചിരുന്നു. അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകർ രാജിവെച്ചതോടെയായിരുന്നു കോൺഗ്രസ് നേതൃത്വമായി കുറെ കാലം കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി BJP ദേശീയ നേതൃത്വം വഴികാട്ടുകയാണെന്ന സംശയം ഉയർന്നത്. തരൂരുമായി സഹകരിക്കാനില്ല എന്ന സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായി നിലപാടെടുത്തതിന് പിന്നാലെയാണ് BJP നേതൃത്വം പ്രത്യേക ദൂതൻ വഴി തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഇതിന് മാസങ്ങൾക്കപ്പുറം കോൺഗ്രസ് വേദികളിൽ തരൂർ സജീവമായി പങ്കെടുത്തതും അത്ഭുതമുണ്ടാക്കി. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളുമായി തരൂർ വേദി പങ്കിട്ടു. ഇതോടെ തരൂർ കോൺഗ്രസ് ഉറച്ചിരിക്കുന്നു എന്നൊരു ആലോചന വരുമ്പോഴാണ് വീണ്ടും മോദി സ്തുതിയുമായിട്ട് തരൂർ എത്തുന്നത്. ഇതിൽ കോൺഗ്രസ് എന്ത് തരത്തിൽ നിലപാടെടുക്കും എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്.